നാടിനെ ഞെട്ടിച്ച ഷാരൂൺ രാജ് വധക്കേസിൽ ശിക്ഷാവിധി ഇന്നാണ്. ഒന്നാം പ്രതി ഗ്രീഷ്മ, മൂന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇരുവർക്കും പരമാവധി ശിക്ഷ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഷാരൂണിന്റെ കുടുംബം. ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെയായിരുന്നു അന്ന് പ്രോസിക്യൂട്ടറും സാറും അവിടെ വാദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ പോയിന്റ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി അന്തിമമായിട്ടുള്ളൊരു തീരുമാനം ബഹുമാനപ്പെട്ട കോടതിൻ്റെതാണ്. കോടതി തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഞങ്ങളുടെ പ്രതീക്ഷ പോലെ തന്നെ വരും എന്നാണ് വിശ്വാസം. ഒരു നീതിപൂർവമായിട്ടുള്ളൊരു വിധി തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ എല്ലാ തരത്തിലുള്ള തെളിവുകളും ഓൾറെഡി കോടതിയിൽ വന്നിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിധിയും വന്നിരുന്നത്. അപ്പോൾ അത് കോടതിയെ സ്വാധീനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരിക്കലും ഉണ്ടാകത്തില്ല. വിശദാംശങ്ങളുമായി AK സ്റ്റെഫിൻ ചേരുന്നു. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് 11 മണിക്കാണല്ലേ വിധി വരുന്നത്? മാത്രമല്ല, പരമാവധി ശിക്ഷ ഗ്രീഷ്മയ്ക്കും അമ്മാവൻ നിർമ്മലകുമാരനും ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ? മൂത്തി, ഏതായാലും കേരളത്തെ മനസാക്ഷിയുള്ളവരെ ഞെട്ടിച്ച ഒരു കേസാണ് ഷാരൂണിൻ്റേത്. ആ വിധി എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മളെല്ലാവരും. ഷാരൂണിൻ്റെ കുടുംബം, പ്രത്യേകിച്ച് ഷാരൂണിൻ്റെ കല്ലറയാണിത്. ആ ഒരു കാത്തിരിപ്പ് ഏതാണ്ട് 2 വർഷമായി ഈ കുടുംബം തുടരുകയാണ്. കാരണം നീതി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഷാരൂണിൻ്റെ കുടുംബവും ഈ നാട്ടുകാരും എല്ലാം തന്നെ ഉള്ളത്. ഷാരൂണിൻ്റെ കല്ലറയിൽ എഴുതിയിട്ടുണ്ട് 25/10/2022. ആ ദിവസം ആണ് ഷാരൂൺ ഈ ലോകത്തോട് വിട പറഞ്ഞത്. അതിന് മുമ്പുള്ള 11 ദിവസം യഥാർത്ഥത്തിൽ ഷാരൂണിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം വേദന അനുഭവിച്ച ദിവസങ്ങളാണ്. അത് പ്രോസിക്യൂഷൻ കൃത്യമായി തന്നെ കോടതിയിൽ പറഞ്ഞിരുന്നു. ആ 11 ദിവസം ഷാരൂൺ അനുഭവിച്ച വേദന, ആ ദുഃഖം, അതെല്ലാം തന്നെ ഡോക്ടർമാരുടെ മൊഴിയിൽ കൃത്യമായി തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അത്രയധികം ക്രൂരത പ്രതി ഷാരൂണിനോട് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ വിധി എന്താണ്, ഈ കേസിൽ എന്താണ് കോടതിക്ക് ഇനി പറയാനുള്ളത് എന്നുള്ളതാണ് ഏറെ നിർണായകമായ കാര്യം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഷാരൂൺ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു, കുടുംബം കാത്തിരിക്കുന്നു, നാടൊന്നായി കാത്തിരിക്കുന്നു. നമ്മൾ ഈ കല്ലറയിലേക്ക് വന്നപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ആളുകളാണ്. ഇവിടെ കല്ലറ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവരെല്ലാം തന്നെ. വീട്ടുകാർ പറഞ്ഞതനുസരിച്ച് വന്ന് വൃത്തിയാക്കിയതാണ്? ഇല്ല 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 ഞങ്ങളെ ഇഷ്ടത്തിന് ഞാൻ വന്നതാണ്. ഞങ്ങൾ ചെയ്തോളൂ. ചെറുക്കൻ നല്ല ചെറുക്കൻ, ഇവക്ക് പരമാവധി ശിക്ഷ കൊടുത്തേ പറ്റൂ. പിന്നെ ഒരു നാട് ഇവള് ഇല്ലാക്കാൻ പാടില്ല. 100% ഇവക്ക് ഇത് കൊടുത്തേ, ശിക്ഷ കൊടുത്തേ പറ്റൂ. വധശിക്ഷ ഇവക്ക് കൊടുത്തേ പറ്റൂ. ഷാരൂണിനെ കുടുംബത്തെയൊക്കെ എങ്ങനെയാണ് മനോഹരൻ ചേട്ടൻ നേരത്തെ അറിയാമോ? എനിക്കറിയാന്ന് വെച്ചാൽ ഞങ്ങൾ ഈ കോളനിയിൽ ഇപ്പം എൻ്റെ 18ാമത്തെ വയസ്സിൽ ഞങ്ങൾ ഫ്രീ കിട്ടിയാണ്. 58 വർഷമായി. അതിനുശേഷമുള്ള ബന്ധങ്ങളാണ് നമ്മൾ. എന്ന് വെച്ചാൽ പയ്യൻ തങ്കമായ പയ്യനാണ്. അവനെ പറ്റി ഇന്ന് ഞാൻ ഒരു കംപ്ലൈൻറ്റ് കേട്ടിട്ടില്ല. കുടുംബവും കൊള്ളാം, നല്ല കുടുംബം. അതുകൊണ്ട് ഞങ്ങൾക്ക് പരമാവധി ശിക്ഷ കൊടുത്തേ പറ്റൂ. ഏതായാലും ജീവപര്യന്തം വധശിക്ഷ കിട്ടണമെന്നുള്ളതാണ് പ്രോസിക്യൂഷന് പ്രധാനപ്പെട്ട ഒരു വാദം. അത് ഇനി ഏത് രീതിയിൽ അതെല്ലാം കോടതി പരിഗണിക്കുമെന്നുള്ളതാണ് നമ്മൾ ഏറെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം വധശിക്ഷ ലഭിക്കേണ്ട ഒരു കുറ്റമാണ് ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത്, ഗ്രീഷ്മ ചെയ്തത് എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്നാൽ പ്രതിയുടെ പ്രായം കണക്കിലെടുക്കണം, സ്ത്രീയാണ് എന്നൊരു പരിഗണന നൽകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ മാനസാന്തരപ്പെടാൻ ഗ്രീഷ്മ തയ്യാറാണെങ്കിൽ അത് ഒരുക്കി കൊടുക്കേണ്ട കടമ പൊതുസമൂഹത്തിനുണ്ട് എന്നടക്കമുള്ള വാദങ്ങൾ കഴിഞ്ഞ അന്തിമ വാദത്തിനിടെ പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും വന്നത് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച സാഹചര്യം ഉണ്ടാക്കിയത് ഷാരോണാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇനി ഈ കേസിൽ കോടതി ഇതെല്ലാം കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഒരു അന്തിമ വിധിയിലേക്ക് എത്തുക. ആ വിധി എന്താണെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ഈ നാടും നാട്ടുകാരും ഷാരോണിന്റെ ബന്ധുക്കളും എല്ലാം തന്നെ ഉള്ളത്. ഈ അവസാന വാദം കേൾക്കുന്ന ദിവസവും വളരെ സംഭവബഹുലമായിരുന്നല്ലോ സ്റ്റെഫിൻ. അതായത് ഇരുവിഭാഗങ്ങൾക്കും പറയാനുള്ള കാര്യങ്ങൾ, നിരത്തുന്ന കാര്യങ്ങൾ ഇതിലൊക്കെ. പക്ഷേ ഇപ്പോഴും പലർക്കും ഒരു ആശങ്കയുള്ളത് പല കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ശിക്ഷ ഇളവ് ഗ്രീഷ്മയ്ക്ക് ലഭിക്കുമോ എന്നതിലാണ്. മോത്തി, തീർച്ചയായിട്ടും പ്രധാനമായും അന്തിമവാദം കേൾക്കുന്ന സമയത്ത് പ്രതിഭാഗം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സാഹചര്യം ഉണ്ടാക്കിയത് ഷാരോണാണ്. അതോടൊപ്പം തന്നെ സാഹചര്യ തെളിവുകൾ മാത്രമേ ഈ കേസിലുള്ളൂ. അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷയ്ക്ക് ഇളവ് ലഭിക്കണമെന്നൊരു കാര്യമാണ് പ്രധാനമായും പ്രതിഭാഗം ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ഇതിന് സമാനമായ കേസുകളിൽ മുൻപ് ഉന്നത കോടതികളുടെ എല്ലാം തന്നെ വിധി ഉണ്ടായിരുന്നു. ആ വിധിയെല്ലാം തന്നെ 10 വർഷമോ അതിൽ താഴെയുമൊക്കെയാണ് ശിക്ഷ വിധിച്ചത്. അതുകൊണ്ട് തന്നെ ആ
തരത്തിൽ തന്നെ ഈ കേസിനെ പരിഗണിക്കണം എന്നുള്ളതായിരുന്നു പ്രതിഭാഗം ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ എന്ത് വിധി കോടതിയുടെ ഭാഗത്ത് നിന്നും എന്ത് നിരീക്ഷണം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതോടൊപ്പം പല തരത്തിലുള്ള ആവശ്യങ്ങൾ ഗ്രീഷ്മ എഴുതി നൽകിയിരുന്നു. താൻ ബിരുദാനന്തര ബിരുദം നേടിയ വ്യക്തിയാണ്, അതുകൊണ്ട് തന്നെ തുടർന്ന് പഠിക്കാനുള്ള അവസരം ഒരുക്കണം. അതോടൊപ്പം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഈ തൻ്റെ നഗ്ന ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തിയ അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്. അതുകൊണ്ടാണ് കൊലപാതകത്തിലേക്ക് നീങ്ങിയത്. അതോടൊപ്പം പ്രായം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട് എന്നടക്കമുള്ള പല കാര്യങ്ങൾ പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും ഉന്നയിക്കപ്പെട്ടു. പക്ഷേ എന്നാൽ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആസൂത്രിതമായിട്ടായിരുന്നു ഷാരോണിനെ കൊലപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ഈ ചെകുത്താൻ്റെ സ്വഭാവമുള്ള ഡെവിളിഷ് ക്യാരക്ടർ എന്നാണ് പ്രോസിക്യൂഷൻ ഗ്രീഷ്മയെ വിശേഷിപ്പിച്ചത്. അതിവൈകാരികമായിട്ടായിരുന്നു യഥാർത്ഥത്തിൽ അന്തിമവാദത്തിനിടെ പ്രോസിക്യൂട്ടറുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്ന പല തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നതിൽ ആ തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും പ്രതികരണം ഉണ്ടായിരുന്നത്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഒരു തവണ ഈ കൊലപാതക ശ്രമം പരിചയപ്പെട്ടപ്പോൾ പിന്നീട് പലതവണ ഷാരോണിനെ വീണ്ടും കൊലപ്പെടുത്തുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു പ്രതി ചെയ്തത് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഇക്കാര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് പരമാവധി ശിക്ഷ ഗ്രീഷ്മയ്ക്കും മൂന്നാം പ്രതി അമ്മാവൻ നിർമ്മലകുമാറിനും ലഭിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഏതായാലും 11 മണിവരെ മാത്രമുള്ള കാത്തിരിപ്പാണ് നമുക്ക് വേണ്ടത്.